ഓൺലൈനിലൊക്കെ നിങ്ങൾ ഫാഷൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഒരേ ടൈപ്പ് തന്നെ പാറ്റേൺസ് ആൻഡ് ഡിസൈനിലുള്ള വസ്ത്രങ്ങളുടെ തന്നെ പല നിറത്തിലുള്ള വസ്ത്രങ്ങളുടെ ഒരു ശ്രേണി അവർ എങ്ങനെയാണ് ഇമേജസ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഗ്യാലറി പോലെ ഇങ്ങനെ നിരനിരയായിട്ട് ഒരേ ഇമേജ് തന്നെ പക്ഷെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളറിലുള്ള കോസ്റ്റ്യൂംസ് ആയിട്ട് ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. ബട്ട് അതല്ലാതെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇമേജിൽ നിന്നൊരു ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ എങ്ങനെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോസ് കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും, കാരണം നമ്മൾ അത് ത്വറവായിട്ട് എങ്ങനെ റിഫൈൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളത് ആണ് അടുത്ത ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒരു ബേസിക് എന്നുള്ള രീതിയിൽ ഒരു ബിഗിനറിന് എങ്ങനെ എളുപ്പത്തിൽ തന്നെ ഒരു ഇമേജ് എടുത്തിട്ട് അതിൽ നിന്നൊരു ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാനും ആ ക്യാരക്ടറിൻ്റെ ക്ലോത്തിങ് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഓൾറൈറ്റ് ദെൻ, ആദ്യമായിട്ട് ഈ ഒരു ഇമേജ് ഞാൻ ഗൂഗിളിൽ ഫ്രീ പിക്ക് എന്നുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ ഹയസ്റ്റ് ക്വാളിറ്റി അവൈലബിൾ ആണ്. ഞാനൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇമേജാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സബ്ജക്റ്റിനെ എങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 2021 വേർഷനാണ് ഫോട്ടോഷോപ്പിൻ്റെ. ഇവിടെ സെലക്ട് മെനുവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്ത ആ ലെയറിൻ്റെ ഭാഗത്ത് ഏതാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് സോഫ്റ്റ്വെയർ തന്നെ ഡിറ്റർമിൻ ചെയ്ത് അതിലൊരു സെലക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 100% കറക്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ കരുതിയത് അതൊരു കൈയുടെ ഭാഗമാണ്, അപ്പോൾ ഒരു ഗ്യാപ്പാണ് അവിടെ ഉള്ളതെന്നാണ് സോഫ്റ്റ്വെയർ തിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ റിഫൈൻ ചെയ്യേണ്ടി വരും. അതിനായിട്ട് നമുക്ക് ലാസോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം ആഡ് ആവുകയും ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം അതിൽ നിന്ന് ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഹാറ്റിൻ്റെ ഭാഗം കിട്ടാനായിട്ട് ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഒന്ന് സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ സൈഡിലും സിമിലർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ നമ്മൾ ആ ഏരിയ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹെയറിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് കളയണം എന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു ഭാഗം എക്സ്ക്ലൂഡ് ആയിപ്പോൾ. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ ഭാഗത്ത് പോലെ ഇവിടെ ഒരു ഗ്യാപ്പ് വേണം. സോ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്ന ഓൾട്ട് ഹോൾഡ് ചെയ്ത് സോ അവിടെ ഒരു ഏരിയ എംപ്റ്റി ആയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിക്കും. ഇൻ കേസ് നിങ്ങളുടെ സ്ക്രീനിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ല സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡർ, ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഈ സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എത്രത്തോളം ആണെന്നുണ്ടെങ്കിൽ. റിമെമ്പർ സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തവണയും നമ്മൾ സെലക്ട് ആൻഡ് മാസ്ക് കൊടുക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഞാൻ ഈ ചെയ്യുന്ന വാല്യൂസൊക്കെ അതിലേക്ക് ആഡ് ആയി വരും. ഇനി ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ വന്ന് ഡീകണ്ടാമിനേറ്റ് കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇനബിൾ ചെയ്യാം. ദെൻ സെലക്ട് ചെയ്ത് ഔട്ട്പുട്ട് ടു എന്നുള്ളടത്ത് ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ തന്നെ നമുക്ക് പുതിയൊരു ലെയർ ആയിട്ടത് ക്രിയേറ്റ് ആവും. പഴയ ലെയർ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട്. നമുക്ക് നിങ്ങൾ ഈ ഒരു ഇമേജ് അല്ല മറ്റൊരു ഇമേജ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഇമേജിന് സ്മൂത്ത്നെസ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഫെദർ അധികം കൊടുക്കരുത്. അധികം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലെൻഡായിട്ട് നിൽക്കും. അത്രയും കൊടുക്കരുത്. ഒരു 0.234 വരെയൊക്കെ പോകാം. അത് ഡിപ്പെൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി. ആ പോർഷനിൽ ഒബ്സ്റ്റക്കിൾസ് ഒരുപാട് വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്തതും. ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ലെയർ ഹിഡൻ ആയിട്ടും പുതിയ ലെയർ മാസ്ക് ആയിട്ടും കാണിച്ചു തരും. ഇവിടെ കാണുന്നതിൽ ബ്ലാക്ക് പോർഷൻ വന്നു കഴിഞ്ഞാൽ അത് ഹിഡനും, വൈറ്റ് പോർഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവീൽഡും ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം, ഇനി ഈ കളറിൻ്റെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളറും മാറ്റണം. അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് ഞാനൊരു മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാനാണ് പോകുന്നത്. ഈ ഇമേജിന് ഞാൻ സെൻഡ് ടു ബാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഇമേജിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്.
ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ മെത്തേഡ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ മറ്റൊരു കാര്യം, നമുക്ക് ഈ ടോർസോൻ്റെ സെപ്പറേറ്റ്, ജീൻസിൻ്റെ സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ടോർസോൻ്റെ ഭാഗം മാത്രമായിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് ടോർസോൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഏരിയ മാത്രം സെലക്ട് ചെയ്യുകയാണ്. അതിൽ ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ബ്ലൂ കളർ വേറെ ശരീരഭാഗങ്ങളിലൊന്നും ഇതിൻ്റെ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സെലക്ഷനിലധികം ശ്രദ്ധ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇവിടെ വന്നതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യുക ലെയറിന്, ദെൻ റൈറ്റ് ബട്ടൺ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ടോർസോ എന്ന് പേര് കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടോർസോൻ്റെ ലെയർ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബാക്കി ഭാഗങ്ങളൊക്കെ വിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴികെയുള്ള ഭാഗത്ത് എല്ലാം തന്നെ നമ്മൾ ഒരു കളർ ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് Ctrl+Shift+I എന്നുള്ളത് ഇൻവേഴ്സ് സെലക്ഷൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് ആയിരിക്കുന്ന ഈ ഒരു ഭാഗമാണ്. നമ്മൾ Ctrl+Shift+I ഉപയോഗിക്കുമ്പോൾ ഔട്ടർ ഏരിയ, ആ ഭാഗം ഒഴികെയുള്ള ഏരിയ ആണ് സെലക്ട് ചെയ്യുന്നത്, ഇൻവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് അവിടെ ഒരു കളർ ഫില്ല് ചെയ്യാണ്. അതിനുവേണ്ടി നമുക്ക് ബ്രഷ് ടൂൾ വേണമെങ്കിൽ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് നമുക്ക് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് വിടാം. ഓക്കെ, ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹിഡൻ ആയിരിക്കും, വൈറ്റ് കളറാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് റിവീൽഡ് ആയിട്ടിരിക്കും. ഇവിടെ നമുക്ക് മറ്റൊരു എളുപ്പവഴിയും കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ കളറ് ലെറ്റ്സ് സേ ഡിഫോൾട്ടായിട്ട് ബ്ലാക്ക് കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ, നമുക്ക് പെട്ടെന്ന് പണി തീരണം എന്നൊരാവശ്യം ഉണ്ടെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ പെട്ടെന്ന് തന്നെ അവിടെ ഫില്ലാവും. അങ്ങനെ ഒരു എളുപ്പവഴിയും കൂടി ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ താഴത്തെ ലെയർ ഹിഡൻ ആക്കുമ്പോൾ ആ ടോർസോൻ്റെ ഏരിയ മാത്രമാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഇനി ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ തന്നെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുക്കാം. അത് ഞാൻ കളർ ചേഞ്ച് രണ്ട് രീതിയിൽ ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോർസോൻ്റെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ടോന്നോ അങ്ങനെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ രണ്ട് കളർ ചേഞ്ചസ് ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് മുകളിലുള്ള ആ ഒരു ഏരിയനെ സെലക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ്ലി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് ആ ലെയറിന് സെലക്ട് ചെയ്യാം. ദ മാസ്ക് ആണ്, ഇത് ലെയറാണ്. ഹൈലൈറ്റ് വരുന്നില്ല എന്നുള്ളത് നോക്കുക. ഹൈലൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ ഓക്കെയാണ്. ആ ലെയറിൻ്റെ തമ്പനയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ ടൂൾ ബോക്സിൽ വന്നിട്ട് നമുക്കിവിടെ വന്ന് മാജിക് വാൻഡ് ടൂൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മാജിക് വാൻഡ് ടൂളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ കളറെണ്ണം പിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഈ ഒരു ഏരിയ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ നിൽക്കണം. പക്ഷെ അങ്ങനെയല്ലാതെ കുറച്ചും കൂടെ എളുപ്പത്തിൽ സെലക്ഷൻ വരാനായിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തൊരു ലെയറിൽ ആ കളർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സെലക്ഷൻ വരാനായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ കോണ്ടിജിയസ് എന്നുള്ള ഓപ്ഷനെ ഡിസബിൾ ചെയ്യാം. ഡിസബിൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലെയറിൽ ആ കളർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സെലക്ട് ആവുന്നു. പക്ഷെ എന്നിരുന്നാലും എല്ലാവിടെയും കറക്റ്റായിട്ടൊന്നും വരില്ല. ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കാരണം ആ സെയിം കളറിനെയാണ് അവിടെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ടോളറൻസ് വാല്യൂ, ആ കളറിൻ്റെ പോയിന്റ് സാമ്പിൾ ചെയ്യുന്നതിൻ്റെ ടോളറൻസ് വാല്യൂ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോളറൻസിൽ വന്നിട്ട് നമ്മളൊരു വാല്യൂ ഇൻക്രീസ് ചെയ്യണം. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് അധികം തന്നെ ഏരിയാസ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാം. ഇനി ഇത്രയും സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം, നമുക്കിപ്പോൾ സെലക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താലും മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി നെക്സ്റ്റ് ചെയ്യുന്നത് ഇമേജ് ക്ലിക്ക് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതിനുള്ളിൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ, അതിൽ വന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള കളറ് ആ ടോണിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കളർ ചേഞ്ച് ആയതായിട്ട് കാണാം. ഇനി ഇവിടെ ഇങ്ങനെ ഒരു കളറിൻ്റെ ബ്ലെൻഡ് വന്നതിൻ്റെ റീസൺ, ഞാൻ നേരത്തെ സെലക്ട് ചെയ്തതിൽ ആ ഹെയറിൻ്റെ ഭാഗം റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ മാസ്ക് ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ മാസ്കിനെ സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ വൈറ്റ് കളർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവീൽ ആവുകയും നമ്മൾ ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ആവുകയാണ് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഫാസ്റ്റായിട്ട് ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം ഡയറക്റ്റ്ലി. പക്ഷേ ഡയറക്റ്റ്ലി ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമുക്ക് പിന്നീട് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. സോ രണ്ടാമത്തെ മെത്തേഡാണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ടോർസോൻ്റെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഇവിടെ സെലക്റ്റിൽ
കളർ റേഞ്ച് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കളർ റേഞ്ചിൽ ക്ലിക്ക് ചെയ്തു. എനിക്ക് ഈ ബ്ലൂ കളറാണ് വേണ്ടത്. സോ ഞാൻ ആ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് അതിൻ്റെ ഫസിനെസ് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ അത്രയും ആഡ് ചെയ്ത് വെച്ചു, സെലക്ട് ചെയ്തു. ഓക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ സെലക്ഷൻ മേക്ക് ചെയ്തതായിട്ട് കാണാം. ഇനി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇതിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യാനാണ് പോകുന്നത്. ഈ സെലക്ഷൻ്റെ വേണമെങ്കിൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. Ctrl+J ആണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനുള്ള ഷോർട്ട് കീ. ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യാണ്. ഇവിടെ വന്ന് ഞാൻ ആഡ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഹ്യൂ സാച്ചുറേഷൻ ആണ്. ഹ്യൂ സാച്ചുറേഷൻ കൊടുത്തു. ദെൻ ഇവിടെ വന്ന് ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടലായിട്ടാണ് ഇപ്പോൾ മാറുന്നത്. അതിൻ്റെ റീസൺ എന്താണ്, ഹ്യൂ സാച്ചുറേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വർക്ക് ചെയ്യുന്നത് ഈ ഹോൾ ഡോക്യുമെൻറ്റിൻ്റെ സൈസിലാണ്. പക്ഷേ എനിക്ക് വേണ്ടത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്, പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ലെയറിനെ സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ബട്ടൺ, ദെൻ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ സംഭവിച്ചത് ആ സെലക്ഷൻ്റെ ഉള്ളിലേക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ അത് അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് കളർ ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ ഈ ജീൻസ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അത്ര ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് എനിക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് തന്നെ അതിനെ റിമൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ജീൻസിൻ്റെ ഏരിയ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു കളർ ചേഞ്ചിന്. സോ എനിക്കിതിങ്ങനെ സെലക്ട് ചെയ്ത് ഈസിലി ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുകളിലുള്ള ഭാഗങ്ങളിൽ എല്ലായിടും തന്നെ എപ്പോൾ വേണമെങ്കിലും കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആ ലെയറിനെ സെലക്ട് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ഹെയറിൻ്റെ ഏരിയയിലേക്ക് വരുന്നതും അതിൽ കുറച്ച് സെലക്ഷൻ ഏരിയാസ് ആ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നമ്മളതും റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ സെലക്ഷൻ കളയുകയാണെന്നുണ്ടെങ്കിൽ അതും അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ നാളെ ഈ ടാസ്ക് തന്ന ആളുകൾ പറയുകയാണ് ഓക്കെ ഈ കളറല്ല, കളർ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തെ മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിം രീതിയിൽ തന്നെ ഈ കാണുന്ന ജീൻസിൻ്റെയും കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന ഇമേജ്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവച്ചു. ദെൻ അതിന് ശേഷം അതിൽ നമ്മൾ എന്ത് ചെയ്തു, ആ കളർ ചേഞ്ച് ചെയ്തു, ആ പെർട്ടിക്കുലർ പോർഷൻ്റെ കളറും ചേഞ്ച് വെച്ചു. ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കളർ ചേഞ്ചസ് ചെയ്യാവുന്നതാണ്. നിങ്ങളും ഇത് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ഇൻ ചെയ്യാം.